ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ കേരള PSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സിന് ഓവർസിയർ ലെവലിലുള്ള 3 എക്സാംസുകളിലോട്ടുള്ള നോട്ടിഫിക്കേഷൻസുകളാണ് വന്നിട്ടുള്ളത്. ഞാൻ ആദ്യം അത് പറയാം. അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ കാറ്റഗറി നമ്പർ നോട്ട് ഡൗൺ ചെയ്യുക. എന്നിട്ട് ഇന്ന് തന്നെ എന്ത് ചെയ്യുക, തുളസി സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റിലോട്ട് മാറ്റി വെക്കരുത്. നമ്മൾ മറന്നു പോകും. നമ്മളൊക്കെ ഒരുപാട് തിരക്കുകളുള്ളവരാണ്. നമ്മൾ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യാൻ പിന്നെ വിട്ടുപോകും, മറന്നു പോകും. ഒരുപാട് കാണുന്നതാണ് അങ്ങനെ. ഓക്കെ, അപ്പോൾ നോട്ട് ഡൗൺ ചെയ്തോ നിങ്ങൾ. കാറ്റഗറി നമ്പർ 381/2024 നമ്മുടെ കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലോട്ടുള്ള ഓവർസിയർ ഗ്രേഡ് 3 വർക്ക് സൂപ്രണ്ട് ഗ്രേഡ് 2 എക്സാം ആണ് ഒന്ന്. അടുത്തതായിട്ട് വരുന്നത് കാറ്റഗറി നമ്പർ 385/2024 സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള വർക്ക് സൂപ്രണ്ട് എക്സാം ആണ്. ഇത് ഡിസ്ട്രിക്ട് വൈസ് ആണ്. കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിലോട്ട്, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലോട്ടാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻസ് വിളിച്ചിട്ടുള്ളത്. പിന്നെ ഒരു സ്പെഷ്യൽ റിസർവേഷൻ ഇൻ SC/ST ഡിപ്പാർട്ട്മെന്റിനാണ്. കാറ്റഗറി നമ്പർ 388/2024 PWD ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഗ്രേഡ് 2 ഓവർസിയർ ഡ്രാഫ്റ്റ് 1 എക്സാം. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ഓവർസിയർ എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ കേരള PSC വന്നിട്ടുള്ളത്. നിങ്ങളുടെയൊക്കെ പ്രൊഫൈലിൽ അവൈലബിൾ ആയിരിക്കും. ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ലാസ്റ്റ് ഡേറ്റിന് മുന്നേ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടുള്ള നോട്ടിഫിക്കേഷൻസുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ നോട്ടിഫിക്കേഷൻസുകളിലും, എല്ലാ മാസം വരുന്ന നോട്ടിഫിക്കേഷൻസുകളിലും നമുക്ക് 1-2 ഓവർസിയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് 1 ലെവൽ എക്സാംസുകളുടെ നോട്ടിഫിക്കേഷൻസുകൾ വരുന്നുണ്ട്. അതായത് ഒരുപാട് പേര് പറയുന്ന ഒരു എക്സ്ക്യൂസ് അല്ലെങ്കിൽ കാര്യമാണ് എന്ത്, നമ്മുടെ എക്സാമിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു, നമുക്കിപ്പോൾ എന്തില്ല, നോട്ടിഫിക്കേഷൻസുകൾ വരുന്നില്ല, റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നില്ല. ഇതൊക്കെ പറഞ്ഞ് നടക്കുന്നവരെന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഈ പറയുന്ന ഒരു ചലഞ്ച്. അതായത് നമ്മുടെ ചലഞ്ച് എന്താ, ഞാൻ നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങി റാങ്ക് വാങ്ങി അടുത്തൊരു 1-2 കൊല്ലത്തിനുള്ളിൽ നമ്മൾ പഠിച്ച ഈ സിവിൽ ഫീൽഡിൽ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു ഗവൺമെൻറ് ജോലി നേടിയെടുക്കുക എന്നുള്ളതാണ് അല്ലേ. അതാണ് നമ്മുടെ ഒരു ചലഞ്ച്. അപ്പോൾ ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവർക്ക് തന്നെ തോന്നുന്നു എനിക്കിത് പഠിച്ചെടുക്കാൻ പറ്റൂല എന്ന് തോന്നുന്നവർ പറയുന്ന കുറച്ച് എക്സ്ക്യൂസുകളാണ് ഇതൊക്കെ. അതല്ല, ഗവൺമെൻറ് എക്സാമിന് താല്പര്യമില്ലാത്തവരുണ്ടാവും, ഇപ്പോൾ പുറത്ത് പോകാൻ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലൊക്കെ, അവർക്ക് അങ്ങനെ പറയാം, എനിക്കതിന് താല്പര്യമില്ല, നോട്ടിഫിക്കേഷനൊക്കെ വരുന്നുണ്ടാവാം, എനിക്കതിന് താല്പര്യമില്ല. അതല്ലാതെ എനിക്ക് ഗവൺമെൻറ് എക്സാം പഠിക്കണം എന്നുണ്ട്, പക്ഷേ എവിടെ നോട്ടിഫിക്കേഷൻ, എവിടെ വേക്കൻസി, എവിടെ ഒഴിവിടെ, അങ്ങനെ പറയുന്നവർ എന്ന് പറയുന്നത് എന്താ, ആക്ച്വലി അവരൊരു നെഗറ്റീവ് അടിക്കുകയാണ്. കാരണം അവർക്കൊരു ചലഞ്ച് ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യമില്ല. അതുകൊണ്ടാണ്. കാരണം അപ്പോൾ പിന്നെ അതുപോലെ വേറൊരു കേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വിളിച്ച ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ചിലപ്പം വേക്കൻസികൾ കുറവായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ 10-15 വേക്കൻസി വെച്ചിട്ട് ഒരു 10-15 നോട്ടിഫിക്കേഷൻസ് തന്നെ ഓൾറെഡി നമുക്ക് വന്ന് കിടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളത് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ വരുന്ന നവംബർ 22 ഒരു എക്സാം ഉണ്ട്, ജനുവരി 7 ഓൾറെഡി ഒരു എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അതുകൂടാതെ ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഹാർബർ ഗ്രേഡ് 1-2, PWD ഇറിഗേഷൻ ഗ്രേഡ് 2 മാസ് വേക്കൻസി 500-ലധികം അഡ്വൈസ് പോകുന്നതാണ്. PWD ഇറിഗേഷൻ ഗ്രേഡ് 2, അതുപോലെ KWA ഗ്രേഡ് 3 ഓവർസിയർ. ഇപ്പോൾ ഇത് ഇത്രയും എൻ്റെ ഓർമ്മയിലുള്ള എക്സാംസുകൾ ഞാൻ പറഞ്ഞതാണ്. ഇതല്ലാതെ ഒരുപാടുണ്ടാവും. അപ്ലൈ ചെയ്തിട്ടുള്ളത് നിങ്ങളെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഇല്ലാത്തതോ എക്സാം ഇല്ലാത്തതോ ഒന്നല്ല പ്രശ്നം. പിന്നെ എന്താണ്, നമ്മൾ ഇരുന്ന് പഠിക്കേണ്ട വേണം. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എക്സാം ഉണ്ട്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരട്ടെ. ഇപ്പോൾ LSTD ഗ്രേഡ് 2 ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരട്ടെ, അതിൻ്റെ എക്സാം ഡേറ്റ് വരട്ടെ, അത് കഴിഞ്ഞിട്ട് പഠിക്കട്ടെ എന്നൊക്കെ നോക്കിയിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു ഭൂലോക ബ്ലണ്ടറാണ് അവിടെ ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പോൾ നമ്മുടെ തന്നെ സൈലം ടെക്നിക്കലിൻ്റെ തന്നെ ഓവർസിയറിൻ്റെ ഓൺലൈൻ ബാച്ച് എടുത്താൽ എനിക്ക് തോന്നുന്നു 400-ലധികം അവറാണ് ക്ലാസ് വരുന്നത്. ഓഫ്ലൈനിലും ഏകദേശം ഇതിൻ്റെ അടുത്ത് ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 10-15 സബ്ജക്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകൾ, ഇത്രയും കാര്യങ്ങൾ ഒരു പോയിന്റ് പോലും വിടാതെ പഠിച്ചവർക്ക് മാത്രമേ നമുക്ക് 80-90 മുകളിലുള്ള മാർക്ക് നമുക്ക് കിട്ടും. നിങ്ങൾക്കറിയാം, ഓവർസിയർ എക്സാംസുകൾക്ക് ഈ ഒരു ലെവലിൽ മാർക്ക് കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. പിന്നെ എന്താ, ഒരു ടോപ്പ് റാങ്കിനെ നമുക്ക് വാങ്ങിയെടുക്കണം. നമുക്കൊരു 100-50 ഉള്ളിൽ റാങ്ക് കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഓക്കെ എനിക്ക് ഈ ജോലി കിട്ടുമെന്നുള്ള ഒരു ഉറപ്പുള്ള സ്റ്റേറ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, എത്തണം. അതിന് നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങി അല്ലേ. ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്ത് അതൊക്കെ ഒരുപാട് തവണ റിവൈസ് ചെയ്ത് അതിലെ കുറേ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് എക്സാംസുകൾ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക, ഒരു വെൽ പ്രിപ്പയർഡ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ തന്നെ ആ എക്സാമിനേഷൻ ഹാളിൽ പോയിട്ട് നമ്മൾ ഇരിക്കാൻ പറ്റണം നമുക്ക്.
എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഒരു 80 അല്ലെങ്കിൽ 90 എബോവ് മാർക്കും അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു റാങ്കും നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എക്സാംസുകളില്ല, നോട്ടിഫിക്കേഷനുകളില്ല എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്നവർ, ഗവൺമെന്റ് എക്സാം ലക്ഷ്യം വെക്കുന്നവർ വെറുതെ അതും പറഞ്ഞ് അടുത്തൊരു സീസൺ ആവട്ടെ എന്നും പറഞ്ഞിരിക്കുക എന്ന് പറയുന്നത് എന്താണ്, അത് വളരെ എന്താ പറയുന്നത് ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനമല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നേരത്തെ നിങ്ങളുടെ പ്രിപ്പറേഷനുകൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഇപ്പോൾ സൈലം ടെക്നിക്കൽ എന്ന് പറയുന്നത് ടെക്നിക്കൽ കോഴ്സുകൾ തുടങ്ങിയിട്ട് ഏകദേശം എസ്പെഷ്യലി സിവിലിൻ്റെ കോഴ്സുകൾ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഓൺലൈൻ 4 ലെയർ ഓൺലൈൻ ഓവർസിയർ ബാച്ചുകൾ, 3 ലെയർ ഓൺലൈൻ AI ബാച്ചുകൾ, ഓഫ്ലൈൻ ബാച്ചുകളും ഇതുപോലെ 3-4 ഓഫ്ലൈൻ ബാച്ചുകൾ. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് കുട്ടികൾ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ടൈം അതിക്രമിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതിക്രമിച്ചിട്ടുണ്ടെന്ന് പറയും. പക്ഷെ അതല്ല, നിങ്ങൾ ഇനിയും പ്രിപ്പയർ ചെയ്തിട്ട് ഇത് നേടിയെടുക്കണമെന്ന് നിങ്ങൾ ആ ഒരു ലക്ഷ്യബോധം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പുതിയ ഓഫ്ലൈൻ ബാച്ച് കാലിക്കറ്റ് ഈ വരുന്ന ഡിസംബർ 5-ന് കാലിക്കറ്റ് ക്യാമ്പസിൽ, സൈലത്തിൻ്റെ ക്യാമ്പസിൽ വെച്ചിട്ട് ഓവർസിയറിൻ്റെ പുതിയ ഓഫ്ലൈൻ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ കോഴിക്കോട് അല്ലാത്തവരും പേടിക്കണ്ട. ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് ഹോസ്റ്റലുകളിലൊക്കെ റൂം എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. ആ ഒരു ടെൻഷന് കാര്യങ്ങൾ വീട്ടിൽ പോകുമ്പോൾ പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഹോസ്റ്റലിൽ റൂം എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ മെത്തേഡ്. അപ്പോൾ അങ്ങനെ പറ്റുന്നവർ കോഴിക്കോട് ക്യാമ്പസിൽ ഈ ഡിസംബർ 5-ന് തുടങ്ങുന്ന ഓഫ്ലൈൻ ബാച്ചിൽ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കുക. നമ്മൾ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 50 പേർക്ക് 10,000 ആണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ജസ്റ്റ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം തുടങ്ങിയിട്ടുള്ള ഓൺലൈൻ ബാച്ച് ഉണ്ട്, ഓവർസിയറിൻ്റെ ഓൺലൈൻ ബാച്ച് 4th ബാച്ച് ഉണ്ട്. അതിലോട്ടും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലും കുറച്ച് സബ്ജക്റ്റുകൾ, 1-2 സബ്ജക്റ്റുകൾ, കുറച്ച് ക്ലാസ്സുകളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ ഈ വരുന്ന നോട്ടിഫിക്കേഷനുകളും ഇനിയും നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ അല്ലേ, നമുക്കിതാ ഈ LSTD ഗ്രേഡ് 2 ഗ്രേഡ് 1 ഒക്കെ നോട്ടിഫിക്കേഷൻസുകൾ വരുന്നുണ്ട്. അതൊക്കെ മാസ് വേക്കൻസി ഉള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി നല്ലൊരു റാങ്ക് വാങ്ങാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, പഠിച്ച ഫീൽഡിൽ തന്നെ ഒരു ഗവൺമെൻറ് എക്സാം എന്നുള്ളതാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മൾ ഈ പറയുന്ന ബാച്ചുകളിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട്, ഓക്കെ, മെൻറ്റർഷിപ്പ് ആയിട്ടായും അല്ലാതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുൾ സപ്പോർട്ടായിട്ട് സൈലം ടെക്നിക്കലിൻ്റെ എൻ്റെ ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ ലക്ഷ്യം നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് കിട്ടണം, റാങ്ക് കിട്ടി കാണണമെന്നാണ്. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് കിട്ടിയിട്ട് ഗവൺമെൻറ് ജോലി നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മുന്നേറാം. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.